കോഴിക്കോട് കോതി മേഖലയിൽ രൂക്ഷമായ കടലാക്രമണം. കടൽ ഭിത്തി മറികടന്ന തിര വീടുകളിലേക്ക് എത്തുകയാണ്. മഴ കനത്തതോടെ ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. 45ഓളം വീടുകളാണ് പ്രദേശത്തുള്ളത്. ഈ മേഖലയിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. ഈ മഴക്കാലത്തായാലും കടൽ രൂക്ഷമായി കയറും. കടലാക്രമണ സമയത്ത് ഇവിടെ 45ഓളം വീടുണ്ട്. ഈ 45 വീട്ടിലേക്കും അടുക്കള ഭാഗം പടിഞ്ഞാറോട്ടൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നത്. ഈ പടിഞ്ഞാറ് ഭാഗത്തായതിനെ കൊണ്ട് തന്നെ നിരന്തരം കടൽ നേരെ ആക്രമിക്കുക അടുക്കളയിലേക്കാണ്. പല വീടിൻ്റെയും നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, പല വീടിൻ്റെയും അടുക്കള ഭാഗം പൊളിഞ്ഞിട്ടുണ്ടാവാം. ഇതൊരു അടിച്ചുറപ്പിൽ നന്നാക്കാനും പറ്റില്ല. കാരണം കാലവർഷം വരുന്ന സമയത്തൊക്കെ കടൽ ആക്രമിക്കുന്ന സമയത്തൊക്കെ ഈ അടുക്കള ഭാഗമാണ് പൊളിയാറുള്ളത്. ഇവിടെ ഈ വരുന്നപ്പോൾ ഈ പുതിയ സർക്കാർ വന്ന സമയത്തും പറഞ്ഞു ഈ വീട്ടുകാരെ പുനരധിവസിക്കുക എന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു പായ്വാക്കായി കിടക്കുന്നതാണ്. ഇത്രയും സമയമായിട്ടും നമ്മുടെ വാർഡ് കൗൺസിലർ പോലും കൂടെ വന്ന് നോക്കിയിട്ടില്ല. ഈ നിരന്തരം ഈ വീട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഇവിടെക്കാരും വന്നിട്ടില്ല. ഇപ്പം ബേപ്പൂരുള്ള കോസ്റ്റ് പോലീസ് വന്നിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നത് തന്നെ. ഇപ്പം എന്തായാലും 45ഓളം വീട്ടുകാർ ഇവിടെ ദിനം പ്രതി പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഈ കടലിൻ്റെ പ്രശ്നം തന്നെ വലിയ പ്രയാസമായ കടൽ എന്നാണ് ആക്രമിക്കുന്നത്. നമ്മളെ വീടുകളൊക്കെ വളരെ ദയനീയമാണ്. നിങ്ങൾക്ക് ഈ വീട് നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ കഴിയും. പിന്നെ ഈ ആളുകളൊന്ന് ക്യാമ്പിലേക്കോ മറ്റോ പോകാമെന്ന് പറഞ്ഞാൽ സ്കൂൾ തൊട്ടടുത്ത് തന്നെ കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂൾ കിടക്കുന്നത്, പള്ളിക്കണ്ടി സ്കൂൾ കിടക്കുന്നത്. ഈ ഭൂരിഭാഗം ആളുകളും മത്സ്യത്തൊഴിലാളികളാണ്. കടൽ ഇങ്ങനെ ആക്രമിക്കുന്നത് കാരണം നമുക്കാർക്കും ജോലിക്ക് പോകാൻ കഴിയില്ല. അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളിക്കും ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടിട്ട് ഈ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് പറയാനുള്ളത്. പല വീടുകളുടെയും അടുക്കളയിൽ വരെ കടൽ വെള്ളം എത്തുകയാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വീടുകളാണ് അധികവും. ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ആശങ്കയിലാണ് ഈ വീടുകളിൽ താമസിക്കുന്നവർ.